പോലീസുണ്ട് ആ പോലീസുണ്ട് ബാക്കി കയറിയാൽ മതി. അപ്പം നമ്മൾ എങ്ങോട്ട് പോവാം? വേഗം പറഞ്ഞ് ഇങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് പടക്കം മേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പോവും, വീട്ടിൽ പോവും. ഹാപ്പി വിഷു. കയറി കയറി കയറി. രണ്ടു ദിവസം കഴിഞ്ഞ വിഷുവാണ്. അപ്പൊ നമ്മളിന്ന് കൂട്ടുകാരുടെ പോവാണ് അല്ലേ? രാവിലെ ആദ്യം നമ്മളെങ്ങോട്ടാ പോണേ? ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുള്ള ഇതുവരെ ലേറ്റ് ആയി. നീ വാഷ് ചെയ്തോ? എപ്പോ? നമ്മളെന്തിനോട് വന്നേ? എന്താ കഴിക്കണേ? എന്നാ കഴിക്കണേ? എന്നാ കുഞ്ഞ് ഓർഡർ ചെയ്തേ? എന്നാ ഓർഡർ ചെയ്തേ? തൊപ്പി ദോശ. എനിക്ക് എപ്പോഴും തൊപ്പി. എപ്പോ അരിയത്തി കയറിയോ ശരണി കയറിയോ നമുക്കിവിടെ പൊങ്കലാണ്. back. നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. അവരിപ്പോൾ വരും. അവർ കയ കേൾക്കാൻ പോയേക്കുവാണ്. ഞങ്ങളിനി പടക്കമൊക്കെ മേടിക്കുന്ന സമയത്ത് ബൈ. വിഷുവിന്റെ പടക്കക്കൂട് അൺബോക്സ് ചെയ്യുന്നത് ഞങ്ങള്. ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തോ? എന്താ എങ്ങനെ കാണിച്ചു കൊടുക്കും? എന്താ കമ്പിത്തിരി. എത്ര ഉണ്ട്? അത് എത്രത്തിന്റെ കൂടെ മഞ്ഞ നോക്കിയേ. 1 2 3 4 5. ഓക്കെ, അടുത്തത് അമ്മ എടുത്തു തരാം. ഇതെന്താ? നാസ റോക്കറ്റ്. ഇതെന്താ റോക്കറ്റോ? അവസാനം റോക്കറ്റ് പോവോ? വേണ്ട, അതിപ്പോ തുറക്കരുത്. ഇപ്പൊ തുറക്കരുത്. രാത്രിയിൽ നമ്മൾ പൊട്ടിക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അച്ഛൻ ഇന്നലെ മേടിച്ച് വെച്ചപ്പോ നമ്മൾ കണ്ടില്ലല്ലോ എന്തൊക്കെയുണ്ടെന്ന്. ഇതെന്താ? കൊടച്ചക്കരം. ഇതെന്താ? ഇത് കമ്പിത്തിരി. എത്ര എണ്ണം ഉണ്ട് പറയാ? എത്ര പാക്കറ്റ് ഉണ്ട്? 1 2 2. ഇതെന്താ? ഇത് റോക്ക് ഡ്രോൺ പോലത്തെ പറന്ന് നടക്കണ കൊടച്ചക്കറോ? എന്താ സംഭവം? ഇത് പറന്നു പോകുന്നാണല്ലോ എഴുതിക്കണേ. ഇത് ഡ്രോൺ കൊടച്ചക്കറ. വൺ ഡ്രോൺ പറഞ്ഞോളൂ അല്ലേ? ഇതെന്താ? ഇത് പൂത്തിരി അല്ലേ? പൂത്തിരി തൊടല്ലേ? കയ്യില് മരുന്ന് പറ്റേ തൊടല്ലേ? പൂത്തിരി. ബാക്കിയൊക്കെ നമുക്ക് രാത്രിയിൽ എടുക്കുമ്പോ തുറക്കാം. ഓക്കെ, ഇപ്പോഴേ തുറന്നു വെച്ചാൽ ഇത് തുറന്നിരിക്കുവായിരുന്നു ഓൾറെഡി. അകത്ത് തൊടരുത്.
വെക്കുന്നത്. അത് കുലുക്കിയ പൂ കളഞ്ഞോ? തവണ ഈ താഴത്തെ കൊമ്പ്, ഇവിടെ താഴെ കുറെ കൊമ്പുണ്ടായിരുന്നു, അതിൽ കുറേ കൊന്നുണ്ടായിരുന്നു. ഇത്തവണ കൊന്നില്ല, അതെല്ലാം ഉണങ്ങിപ്പോയി. കഷ്ണം കിട്ടി. ഇപ്പം നമുക്ക് കുറേ ഉണ്ട്. നേരത്തെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് കുറേ പൂവുണ്ട്. അവസാനം നമ്മൾ വെച്ച് വരുമ്പോൾ ഈ കൊന്നപ്പൂ എവിടെ വെക്കണം എന്നറിയാതെ നമ്മൾ കൺഫ്യൂഷൻ എടുത്ത് പൂജാമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തുനിൽക്കും. അങ്ങനെ വെച്ച് ഞങ്ങൾ 2 മണിയാവാതെ ഇന്ന് വിഷുക്കണി വെട്ടി കിടക്കില്ല. ഇതെല്ലാ തവണയും ഇതിങ്ങനെ തന്നെ. നമുക്ക് കുറേ പൂ കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി ഇവിടെ പൂ മാത്രമാക്കട്ടെ. Thank you.